നമസ്കാരം. NCTV വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ KR ശശികുമാർ. ആദ്യം പ്രധാന വാർത്തകൾ. ഇരിഞ്ഞാലക്കുട ചേർപ്പ് ഉപജില്ലാ കലോത്സവങ്ങൾ രണ്ടാം ദിനം പിന്നിട്ടു. വർണ്ണശബളമായി മത്സര കാഴ്ചകൾ. കേബിൾ പൊട്ടിയതിനെ തുടർന്ന് പുതുക്കാട് റെയിൽവേ മെയിൻ ഗേറ്റ് വീണ്ടും അടച്ചു. ഗേറ്റ് നിയന്ത്രിക്കുന്ന ഹാൻഡിലിന്റെ കേബിളാണ് പൊട്ടിയത്. ഷീ വർക്ക് സ്പേസ് പദ്ധതിയുടെ ഗവേണിംഗ് ബോഡിയുടെ നിയമാവലി കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് ഭരണസമിതി ഏകപക്ഷീയമായാണ് അംഗീകരിച്ചതെന്ന് കോൺഗ്രസ് ആരോപണം. ആളൂരിൽ ജോബ് വിസ ശരിയാക്കി കൊടുക്കാമെന്ന് പറഞ്ഞ് വിശ്വസിപ്പിച്ച് 7 ലക്ഷം രൂപയുടെ തട്ടിപ്പ് നടത്തിയ കേസിലെ പ്രതി റിമാൻഡിൽ. വിശദമായ വാർത്തകളിലേക്ക്. ഇരിഞ്ഞാലക്കുട ഉപജില്ലാ കലോത്സവം രണ്ടാം ദിനം പിന്നിട്ടു. ബുധനാഴ്ച സംഘനൃത്തം, ദേശഭക്തിഗാനം, വാദ്യമത്സരങ്ങൾ, പദ്യം ചൊല്ലൽ, പ്രസംഗം, ദഫുമുട്ട്, ഒപ്പന, കോൽക്കളി, സംസ്കൃതോത്സവം, അറബിക് കലോത്സവം തുടങ്ങിയ വിഭാഗങ്ങളിലായാണ് മത്സരം നടന്നത്. നവംബർ 7 വരെ പുതുക്കാട് സെന്റ് ആന്റണീസ് ഹയർ സെക്കൻഡറി സ്കൂൾ, സെന്റ് സേവിയേഴ്സ് CUP സ്കൂൾ, സെന്റ് ആന്റണീസ് LP സ്കൂൾ എന്നിവിടങ്ങളിലായാണ് കലോത്സവം നടക്കുന്നത്. വെള്ളിയാഴ്ച വൈകിട്ട് 5-ന് പുതുക്കാട് സെന്റ് ആന്റണീസ് HSSൽ നടക്കുന്ന സമാപന സമ്മേളനത്തിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ് സമ്മാനദാനം നിർവഹിക്കും. കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KM ചന്ദ്രൻ അധ്യക്ഷനാകും. ചേർപ്പ് ഉപജില്ലാ സ്കൂൾ കലോത്സവം രണ്ടാം ദിനം പിന്നിട്ടു. തലോർ ദീപ്തി സ്കൂളിലാണ് കലോത്സവം നടക്കുന്നത്. 95 സ്കൂളുകളിൽ നിന്നായി 5000-ഓളം വിദ്യാർത്ഥികളാണ് മത്സരങ്ങളിൽ പങ്കെടുക്കുന്നത്. സ്കൂൾ സമുച്ചയത്തിലെ 25 വേദികളിലാണ് മത്സരങ്ങൾ അരങ്ങേറുന്നത്. 7-നാണ് സമാപനം. ഇരിഞ്ഞാലക്കുട ഉപജില്ലാ കലോത്സവത്തിന്റെ ചെലവിലേക്കായി 25,000 രൂപയുടെ ചെക്ക് പുതുക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KM ബാബുരാജ് വികസന സമിതി കൺവീനർ ഡോക്ടർ MV രാജേഷിന് കൈമാറി. വൈസ് പ്രസിഡന്റ് ഷൈനി ജോജു, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സതി സുധീർ, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ഷാജു കാളിയങ്കര, രതി ബാബു, പ്രീതി ബാലകൃഷ്ണൻ, AEO MS രാജീവ്, സുധൻ കാരിയിൽ, ടോബി തോമസ്, യൂജിൻ പ്രിൻസ് എന്നിവർ പ്രസംഗിച്ചു. ഇരിഞ്ഞാലക്കുട ഉപജില്ലാ സ്കൂൾ കലോത്സവത്തോടനുബന്ധിച്ച് SFIയുടെയും DYFIയുടെയും നേതൃത്വത്തിൽ തണ്ണീർ പന്തലൊരുക്കി. SFI കൊടകര ഏരിയ കമ്മിറ്റിയുടെയും DYFI കൊടകര ബ്ലോക്ക് കമ്മിറ്റിയുടെയും നേതൃത്വത്തിലാണ് തണ്ണീർ പന്തൽ ഒരുക്കിയത്. ഇരിഞ്ഞാലക്കുട ഉപജില്ലാ സ്കൂൾ കലോത്സവത്തോടനുബന്ധിച്ച് കലാപ്രതിഭകൾക്കും കലാസ്വാദകർക്കുമായി തണ്ണീർ പന്തലൊരുക്കി KSU പുതുക്കാട് അസംബ്ലി കമ്മിറ്റി. പുതുക്കാട് അസംബ്ലി കമ്മിറ്റി പുതുക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KM ബാബുരാജ് ഉദ്ഘാടനം ചെയ്തു. KSU പുതുക്കാട് നിയോജക മണ്ഡലം പ്രസിഡന്റ് വൈശാഖ് ഐത്താടൻ അധ്യക്ഷത വഹിച്ചു. DCC സെക്രട്ടറി സെബി കൊടിയൻ, പുതുക്കാട് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷൈനി ജോജു, പുതുക്കാട് ബ്ലോക്ക് പ്രസിഡന്റ് സുധൻ കാരിയിൽ, ബ്ലോക്ക് സെക്രട്ടറി MA അനീഷ്, യൂത്ത് കോൺഗ്രസ് പുതുക്കാട് നിയോജക മണ്ഡലം വൈസ് പ്രസിഡന്റ് പ്രിൻസ് ഫ്രാൻസിസ് അരിപ്പാലത്തുകാരൻ, ജനറൽ സെക്രട്ടറി സച്ചിൻ ഷാജു, ആൽബിൻ സ്റ്റാലി, യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ജസ്റ്റിൻ ആറ്റുപുറം എന്നിവർ സന്നിഹിതരായിരുന്നു. കേബിൾ പൊട്ടിയതിനെ തുടർന്ന് പുതുക്കാട് റെയിൽവേ മെയിൻ ഗേറ്റ് വീണ്ടും അടച്ചു. ഗേറ്റ് നിയന്ത്രിക്കുന്ന ഹാൻഡിലിന്റെ കേബിളാണ് പൊട്ടിയത്. ബുധനാഴ്ച വൈകിട്ടോടെയാണ് ഗേറ്റ് തുറന്നത്. കഴിഞ്ഞ ദിവസം നന്നാക്കിയ കേബിളാണ് വീണ്ടും തകരാറിലായത്. ഗേറ്റ് അടച്ചിട്ടതോടെ പുതുക്കാട്ട് നിന്നും ഊരകം, ഇരിങ്ങാലക്കുട ഭാഗത്തേക്കുള്ള യാത്രക്കാർ മറ്റു റോഡുകളെ ആശ്രയിക്കേണ്ടി വന്നു.
റെയിൽവേ മെയിൻ ഗേറ്റ് അടച്ചതറിയാതെ നിരവധി വാഹനങ്ങളാണ് ഗേറ്റിന് സമീപത്ത് വന്ന് തിരിച്ചുപോയതും. ഇരിങ്ങാലക്കുട, ചേർപ്പ് ഉപജില്ലാ കലോത്സവങ്ങൾ കൂടി നടക്കുന്നതിനാൽ നിരവധി പേരാണ് യാത്രാ ദുരിതം നേരിട്ടത്. അടിക്കടി അറ്റകുറ്റപ്പണികൾക്കായി ഗേറ്റ് അടച്ചിടുന്നത് യാത്രക്കാരെ വലയ്ക്കുന്നുണ്ട്. 32 കോടി ചെലവിൽ കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് നടപ്പാക്കുന്ന ഷീ വർക്ക് സ്പേസ് പദ്ധതിയുടെ ഗവേണിംഗ് ബോഡിയുടെ നിയമാവലി ബ്ലോക്ക് പഞ്ചായത്ത് ഭരണസമിതി ഏകപക്ഷീയമായാണ് അംഗീകരിച്ചതെന്ന് കോൺഗ്രസ് പുതുക്കാട് വാർത്താസമ്മേളനത്തിൽ ആരോപിച്ചു. ഷീ വർക്ക് സ്പേസിന്റെ ഭരണനിർവഹണത്തിന് ആവശ്യമായ ബൈലോ ഉണ്ടാക്കുന്നതിനുള്ള ചർച്ചകളിൽ കോൺഗ്രസ് പാർലമെന്ററി പാർട്ടി നൽകിയ പ്രധാന ഭേദഗതി ജനറൽ കൌൺസിൽ ബ്ലോക്ക് പഞ്ചായത്ത് ഭരണസമിതി അംഗങ്ങൾ നിർബന്ധമായും അംഗങ്ങളായിരിക്കണമെന്നുള്ളതായിരുന്നു. അത് അംഗീകരിക്കാതെ മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഒരു കേന്ദ്രമാക്കി മാറ്റുന്നതിനുള്ള ബൈലോയാണ് അംഗീകരിച്ചതെന്ന് കോൺഗ്രസ് നേതാക്കൾ ആരോപിച്ചു. കഴിഞ്ഞ ബ്ലോക്ക് ഭരണസമിതി യോഗം കോൺഗ്രസ് അംഗങ്ങൾ ബഹിഷ്കരിച്ചിരുന്നു. തിങ്കളാഴ്ച രാവിലെ ചേർന്ന ബ്ലോക്ക് ഭരണസമിതി യോഗത്തിൽ നിന്നാണ് കോൺഗ്രസ് അംഗങ്ങളായ പോൾസൺസ് തെക്കുംപീടിക, സതി സുധീർ, മിനി ഡെന്നി പനോക്കാരൻ എന്നിവർ ഇറങ്ങിപ്പോയത്. ജനറൽ കൌൺസിലും അതിനു മുകളിൽ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ബോർഡുമാണ് ബൈലോയിലുള്ളത്. ജനറൽ കൌൺസിലിൽ ഏകദേശം 35ഓളം പേരുകളുണ്ട്. ആ കമ്മിറ്റിയിലേക്കാണ് എല്ലാ അംഗങ്ങളെയും ഉൾപ്പെടുത്തണമെന്ന് കോൺഗ്രസ് ആവശ്യപ്പെടുന്നത്. ഈ ജനറൽ കൌൺസിലിന് മുകളിൽ എക്സിക്യൂട്ടീവ് ഡയറക്ടറേറ്റ് ഉണ്ട്. പകുതിയോളം പൂർത്തിയായ പദ്ധതിയുടെ നിർവഹണ സമിതിയിൽ കോൺഗ്രസ് ആവശ്യപ്പെട്ട ഭേദഗതി LDF ഭരണസമിതി ആസൂത്രിതമായി തള്ളിക്കളയുകയായിരുന്നുവെന്നും പദ്ധതി നടത്തിപ്പിനുള്ള ജനറൽ കൌൺസിലും എക്സിക്യൂട്ടീവ് ഡയറക്ടർ ബോർഡും CPM കേന്ദ്രമാക്കാനുള്ള നീക്കമാണ് ഭരണസമിതി നടത്തുന്നത് എന്നാണ് കോൺഗ്രസ് അംഗങ്ങളുടെ ആരോപണം. ഷീ വർക്ക് സ്പേസ് പദ്ധതി നിർമ്മാണവുമായി ബന്ധപ്പെട്ട സ്ഥലത്തു നിന്നും മണ്ണ് നീക്കം ചെയ്തതുമായി ബന്ധപ്പെട്ട് ഒട്ടേറെ ആക്ഷേപമുയർന്നിരുന്നുവെന്നും മണ്ണ് ലേലം ചെയ്തതിൽ അഴിമതിയാണെന്നും കോൺഗ്രസ് ആരോപിച്ചു. വാർത്താസമ്മേളനത്തിൽ പോൾസൺ തെക്കുംപീടിക, സുധൻ കാരയിൽ, അലക്സ് ചുക്കിരി, സന്തോഷ് ഐത്താടൻ എന്നിവർ പങ്കെടുത്തു. കൊടകര ബ്ലോക്ക് പഞ്ചായത്തുമായി ബന്ധപ്പെട്ടുള്ള കുറച്ച് വിഷയങ്ങളുമായി അറിയിക്കുന്നതിന് വേണ്ടിയാണ് ഇന്ന് ഈ പത്രസമ്മേളനം അവിടെ വിളിച്ചിട്ടുള്ളത്. നമുക്കറിയാം, കൊടകര ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ കീഴിലുള്ള 7 ഗ്രാമപഞ്ചായത്തുകളും ജില്ലാ പഞ്ചായത്തും സംസ്ഥാന സർക്കാരും കൂടി 32 കോടിയോളം ഉറുപ്പിക മുടക്കിയിട്ടാണ് കൊടകരയിലുള്ള ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ 1 ജില്ലാനം ഏക്കറയുള്ള ഭൂമിയിൽ ഒരു ഷീ വർക്ക് സ്പേസ്, അതായത് പെൺ തൊഴിലിടം എന്ന വലിയൊരു പദ്ധതി നടപ്പിലാക്കിയിട്ടുള്ളത്. നമുക്കറിയാം, അതിൻ്റെ നിർമ്മാണ ഘട്ടം ഇപ്പോൾ പകുതിയിലായിരിക്കുക. അത് സ്ട്രക്ചറാണ് പകുതി, ബാക്കിയുള്ള പണികളായിട്ടില്ല. അപ്പം അതുമായി ബന്ധപ്പെട്ട് നമുക്ക് അവിടെ അതിൻ്റെ ഭരണനിർവഹണത്തിന് ഒരു ബയലോ ആവശ്യമാണ് എന്നുള്ളതുകൊണ്ട് ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ കമ്മിറ്റി ബയലോയ്ക്ക് വേണ്ടിയിട്ട് ഒരു നിർദ്ദേശം കൊടുത്തു. ആ ബയലോയ്ക്കുള്ള നിർദ്ദേശം കൊടുത്തത് CPMന്റെ ഒരു ഭരണസമിതി അവരുടെ താല്പര്യങ്ങൾക്ക് അനുസൃതമായുള്ള ഒരു ബയലോ ഉണ്ടാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പം ഞങ്ങൾ ഈ ബയലോയുടെ കരട് വന്നപ്പോൾ ഞങ്ങൾ ആ ബയലോ പരിശോധിച്ചപ്പോൾ ആ ബയലോയിൽ കൃത്യമായിട്ട് അതിൻ്റെ ഒരു ജനറൽ ബോഡിയും അതുപോലെ തന്നെ അതിൻ്റെ മുകളിലൊരു ഡയറക്ടർ ബോർഡാണ്. ജനറൽ ബോഡി എന്ന് പറഞ്ഞാൽ ഓൾറെഡി 35ഓളം പേരുണ്ട്. അപ്പം ഞങ്ങൾ അതിനൊരു ഭേദഗതി ആവശ്യപ്പെട്ടത് ഈ 35ഓളം പേരിൽ വരുന്നതിൽ ഇപ്പം നിലവിലുള്ള ഭരണസമിതി അംഗങ്ങൾ ആരായിക്കോട്ടെ, ഏത് പാർട്ടിക്കാരായിക്കോട്ടെ, എല്ലാ ഭരണസമിതി അംഗങ്ങളും അതിൽ അംഗങ്ങളായിരിക്കണമെന്നാണ്. അതുകൂടാതെ അതിൻ്റെ മുകളിലാണ് എക്സിക്യൂട്ടീവ് ഡയറക്ടറേറ്റ് വരുന്നത്. അപ്പോൾ ഞങ്ങൾ പറഞ്ഞ ഭേദഗതി അവർ അത് അംഗീകരിക്കാൻ തയ്യാറായില്ല. ആളൂരിൽ ജോബ് വിസ ശരിയാക്കി കൊടുക്കാമെന്ന് പറഞ്ഞ് വിശ്വസിപ്പിച്ച് 7 ലക്ഷം രൂപയുടെ തട്ടിപ്പ് നടത്തിയ കേസിലെ പ്രതി റിമാൻഡിൽ. ചാലക്കുടി കോടശ്ശേരി നായരങ്ങാടി സ്വദേശി തെക്കിനിയത്ത് വീട്ടിൽ ബിബിനെയാണ് തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി B കൃഷ്ണകുമാറിന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തത്. ആഗസ്റ്റ് 21 മുതൽ 30 വരെ താഴേക്കാട് പറമ്പി റോഡ് സ്വദേശി പത്താമഠം വീട്ടിൽ ഷബിൻ എന്നയാളിൽ നിന്നും സുഹൃത്തുക്കളായ നിഖിൽ, അക്ഷയ്, പ്രസീദ് എന്നിവരിൽ നിന്നുമാണ് കുവൈറ്റിലേക്കുള്ള ജോബ് വിസ ശരിയാക്കി കൊടുക്കാമെന്ന് പറഞ്ഞ് വിശ്വസിപ്പിച്ച് പ്രതികളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് പല തവണകളായി 7,90,000 രൂപ അയച്ച് വാങ്ങിയതെന്നാണ് പരാതി. ജോബ് വിസ ശരിയാക്കി കൊടുക്കുകയോ വാങ്ങിയ പണം തിരികെ നൽകുകയോ ചെയ്യാത്ത സംഭവത്തിന് ഷബിനാണ് പരാതി നൽകിയത്. ബിബിൻ കൊരട്ടി, ചാലക്കുടി, കണ്ണമാലി പോലീസ് സ്റ്റേഷൻ പരിധികളിലായി 4 തട്ടിപ്പ് കേസുകളിലെ പ്രതിയാണ്. ആളൂർ പോലീസ് സ്റ്റേഷൻ SHO B ഷാജിമോൻ, SI KT ബെന്നി, GS CPO PC സുനന്ദ്, CPO തുളസി കൃഷ്ണദാസ് എന്നിവരാണ് അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നത്. 500-200 രൂപയുടെ വ്യാജ നോട്ടുകൾ നിർമ്മിച്ച കേസിൽ അറസ്റ്റിലായി കോടതിയിൽ നിന്നും ജാമ്യമെടുത്ത്
ഒളിവിലായിരുന്ന സ്റ്റേഷൻ റൌഡി റിമാൻഡിലായി. നെല്ലായി ആലത്തൂർ സ്വദേശി തൈവളപ്പിൽ വീട്ടിൽ ഹരിദാസ് ആണ് അറസ്റ്റിലായത്. 2025 ജൂലൈ 27 മണ്ണുത്തി പോലീസ് സ്റ്റേഷൻ പരിധിയിൽ നിന്ന് വീട്ടമ്മയുടെ സ്വർണ്ണമാല പൊട്ടിച്ച കേസിലും ഒളിവിൽ കഴിഞ്ഞു വരവെയാണ് ഹരിദാസ് പിടിയിലായത്. തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി ബി കൃഷ്ണകുമാറിൻ്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘമാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. 2019 പ്രതിയുടെ കൊളത്തൂരിലുള്ള വീടിന് മുന്നിലുള്ള ഷെഡിൽ സ്കാനറും അനുബന്ധ ഉപകരണങ്ങളും ഉപയോഗിച്ച് 500 രൂപയുടെ 151 ഇന്ത്യൻ കറൻസി നോട്ടുകളും 200 രൂപയുടെ 20 ഇന്ത്യൻ കറൻസി നോട്ടുകളും വ്യാജമായി നിർമ്മിച്ച കേസിലാണ് അറസ്റ്റ് ചെയ്തിരുന്നത്. പിന്നീട് ഇയാൾ കോടതിയിൽ നിന്ന് ജാമ്യമെടുത്ത് വിചാരണ നടപടികൾ സഹകരിക്കാതെ ഒളിവിൽ പോവുകയായിരുന്നു. തുടർന്ന് ഇയാളെ പിടികൂടുന്നതിനായി ജാമ്യമില്ലാ വാറണ്ട് പുറപ്പെടുവിച്ചു. ഈ വാറണ്ട് പ്രകാരമാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. ഒളിവിൽ കഴിഞ്ഞു വരവെ ഹരിദാസ് 2025 ജൂലൈ 27 മണ്ണുത്തി പോലീസ് സ്റ്റേഷൻ പരിധിയിലെ ഫാം പടിയിലെ ഓവർബ്രിഡ്ജിന് താഴെ വെച്ച് സ്കൂട്ടറിൽ പോവുകയായിരുന്ന വീട്ടമ്മയുടെ കഴുത്തിൽ കിടന്നിരുന്ന 2 പവൻ്റെ സ്വർണ്ണമാല കവർ ചെയ്ത കേസിലും പ്രതിയായി ഉൾപ്പെട്ടിരുന്നു. ഈ കേസിലും ഒളിവിൽ കഴിഞ്ഞു വരികയായിരുന്നു. ഹരിദാസ് കൊടകര, മണ്ണുത്തി, കൊണ്ടോട്ടി പോലീസ് സ്റ്റേഷൻ പരിധികളിലായി 7 കവർച്ചാ കേസുകളിലും 3 മോഷണ കേസുകളിലും 3 തട്ടിപ്പ് കേസുകളിലും 2 ചാരായം കൈവശം വെച്ച കേസുകളിലും 1 അടിപിടി കേസിലുമടക്കം ആകെ 16 ക്രിമിനൽ കേസുകളിലെ പ്രതിയാണ്. കൊടകര പോലീസ് സ്റ്റേഷൻ SHO ദാസ് PK, ASIമാരായ ബേബി, ആഷ്ലിൻ ജോൺ, ഷിബു, GS CPO സജീഷ് കുമാർ എന്നിവരാണ് അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നത്. വഴിയിൽ നിന്നും കളഞ്ഞു കിട്ടിയ സ്വർണ്ണാഭരണം വെള്ളിക്കുളങ്ങര പോലീസ് സ്റ്റേഷന് കൈമാറി വിദ്യാർത്ഥി മാതൃകയായി. ചെമ്പുച്ചിറ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലെ 4ാം ക്ലാസ് വിദ്യാർത്ഥിയായ ധ്യാൻ കൃഷ്ണ PS ആണ് സത്യസന്ധതയുടെ മാതൃകയായി സ്വർണ്ണാഭരണം പ്രധാന അധ്യാപികയ്ക്ക് കൈമാറിയത്. തുടർന്ന് വെള്ളിക്കുളങ്ങര പോലീസ് സ്റ്റേഷൻ SHO K കൃഷ്ണന് സ്വർണം കൈമാറുകയായിരുന്നു. വരന്തരപ്പള്ളിയിലെ നവീകരിച്ച വില്ലേജ് ഓഫീസ് സന്ദർശിച്ച് വരന്തരപ്പള്ളി വിവേകാനന്ദ വിദ്യാനികേതൻ സെൻട്രൽ സ്കൂളിലെ കുട്ടികൾ. വില്ലേജ് ഓഫീസർ R സുധീർ മധുരം നൽകിക്കൊണ്ടാണ് 45 പേരടങ്ങുന്ന വിദ്യാർത്ഥി സംഘത്തെ സ്വീകരിച്ചത്. തുടർന്ന് നവീകരിച്ച വില്ലേജ് ഓഫീസിൻ്റെ ഉൾവശം മുഴുവനും കുട്ടികൾ നടന്നു കണ്ടു. വില്ലേജ് ഓഫീസിൻ്റെ അധികാര പരിധിയെപ്പറ്റിയും അവിടെ നിന്ന് ജനങ്ങൾക്ക് നൽകുന്ന വിവിധ സർട്ടിഫിക്കറ്റുകളെപ്പറ്റിയും സേവനങ്ങളെപ്പറ്റിയും കുട്ടികൾ ഉന്നയിച്ച എല്ലാവിധ സംശയങ്ങൾക്കും വില്ലേജ് ഓഫീസർ മറുപടി നൽകി. പാഠപുസ്തകത്തിനപ്പുറം നേരിട്ടറിഞ്ഞ കാര്യങ്ങൾ കുട്ടികളിൽ ജിജ്ഞാസയും കൗതുകവും ഉണർത്തി. സ്കൂൾ പ്രിൻസിപ്പൽ ഡോക്ടർ K രമാദേവിയുടെ നേതൃത്വത്തിൽ സോഷ്യൽ സയൻസ് ക്ലബ്ബ് സംഘടിപ്പിച്ച UP തലം പഠനയാത്രയിൽ സ്കൂൾ മാനേജർ സഞ്ജയ് K നായർ, N മിനി, A അനൂജ, K ബിന്ദു, അനുശ്രീ അയ്യപ്പൻ, പഞ്ചായത്ത് അംഗം ഷൈജു പട്ടിക്കാട്ടുകാരൻ എന്നിവർ കുട്ടികളെ അനുഗമിച്ചു. നാഷണൽ സർവീസ് സ്കീം ടീൻ ഫോർ ഗ്രീൻ പദ്ധതിയുടെ ഇരിഞ്ഞാലക്കുട ക്ലസ്റ്റർ തല ഉദ്ഘാടനം അളഗപ്പനഗർ പഞ്ചായത്ത് ഹയർ സെക്കൻഡറി സ്കൂളിൽ പഞ്ചായത്ത് പ്രസിഡന്റ് K രാജേശ്വരി നിർവഹിച്ചു. പഞ്ചായത്ത് അംഗം ദിനിൽ പാലപ്പറമ്പിൽ അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ പഞ്ചായത്തിലെ മുഴുവൻ ഹരിതകർമ്മസേന അംഗങ്ങളെയും ചടങ്ങിൽ ആദരിച്ചു. സ്ഥിരം സമിതി അധ്യക്ഷൻ ജിജോ ജോൺ മുഖ്യാതിഥിയായി. ക്ലസ്റ്റർ കോർഡിനേറ്റർ PP സന്ധ്യ, പ്രിൻസിപ്പൽ SK മദനചന്ദ്രൻ, പ്രോഗ്രാം ഓഫീസർ KK സെബാസ്റ്റ്യൻ, ഹരിതകർമ്മസേന കോർഡിനേറ്റർ സിജാർ, പ്രധാന അധ്യാപിക സിനി M കുര്യാക്കോസ്, കോർഡിനേറ്റർ UK രാജു എന്നിവർ പ്രസംഗിച്ചു. പറപ്പൂക്കര പഞ്ചായത്ത് കേരളോത്സവത്തിൽ കായിക ഇനത്തിൽ പങ്കെടുത്ത 19 ക്ലബ്ബുകൾക്ക് സ്പോർട്സ് കിറ്റ് വിതരണം ചെയ്തു. ഫുട്ബോൾ, വോളിബോൾ, ക്രിക്കറ്റ് ബാറ്റ്, ക്രിക്കറ്റ് ബോൾ എന്നിവയാണ് കിറ്റിൽ ഉൾപ്പെട്ടിട്ടുള്ളത്. കേരളോത്സവ വിജയികൾക്കുള്ള സമ്മാന വിതരണവും നടത്തി. സ്പോർട്സ് കൗൺസിൽ ജില്ലാ പ്രസിഡന്റ് C സുമേഷ് ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് EK അനൂപ് അധ്യക്ഷത വഹിച്ചു. സ്പോർട്സ് കൗൺസിൽ ജില്ലാ വൈസ് പ്രസിഡന്റ് അഖിൽ അനിരുദ്ധൻ, ബീന സുരേന്ദ്രൻ, VJ ദിനേഷ്, CN നിധിൻ എന്നിവർ പ്രസംഗിച്ചു. CN നിധിൻ, മറ്റു വേദിയിലും സദസ്സിലുമുള്ള സഹോദരീ സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, ശ്ലാഘനീയമായ ഒട്ടേറെ പ്രവർത്തനങ്ങൾ, ഏതാണ്ട് 60ഓളം പദ്ധതികൾ ഇവിടെ നടപ്പിലാക്കിയതിനെ സംബന്ധിച്ച് പഞ്ചായത്ത് പ്രസിഡന്റ് സൂചിപ്പിക്കുകയുണ്ടായി. വിശേഷിച്ച് സ്പോർട്സും മാരക അസുഖബാധിതർക്കായി നീതി മെഡിക്കൽ സ്റ്റോറുകൾ വഴി മരുന്നുകൾ എത്തിച്ചു നൽകുന്ന അളഗപ്പനഗർ പഞ്ചായത്തിൻ്റെ പദ്ധതിക്ക് തുടക്കമായി. പഞ്ചായത്ത് പ്രസിഡന്റ് K രാജേശ്വരി ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് ഭാഗ്യവതി ചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. സ്ഥിരം സമിതി അധ്യക്ഷ പ്രിൻസി ഡേവിസ്, പഞ്ചായത്ത് അംഗങ്ങളായ PK ശേഖരൻ, സജന ഷിബു, മെഡിക്കൽ ഓഫീസർ സിന്ധു കൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. മറ്റത്തൂർ പഞ്ചായത്ത് 15 ലക്ഷം രൂപ ചെലവഴിച്ച് നിർമ്മിച്ച 16ാം വാർഡിലെ വയോജനങ്ങൾക്കുള്ള AC പകൽ വീട് തുറന്നു.
കെ രാമചന്ദ്രൻ MLA ഉദ്ഘാടനം ചെയ്തു. പ്രസിഡന്റ് അശ്വതി വിബി അധ്യക്ഷത വഹിച്ചു. വൈസ് പ്രസിഡന്റ് ഷാൻഡോ കൈതാരത്ത്, പഞ്ചായത്ത് അംഗം സുമേഷ് മുത്തമ്പാടൻ, സ്ഥിരം സമിതി ചെയർപേഴ്സൺ ഷൈബി സജി, AE ദിവ്യ ഗോപിനാഥ് എന്നിവർ സന്നിഹിതരായി. കേരളത്തിൽ അതിദാരിദ്ര്യം തുടച്ചു നീക്കിയെന്ന അവകാശവാദം പെരുപ്പിച്ചു കാണിക്കുന്നത് ഭരണ തുടർച്ച ലക്ഷ്യമാക്കിയുള്ള വഞ്ചനയാണെന്ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി. സംസ്ഥാന സർക്കാരിന്റെ അവകാശവാദങ്ങൾ സത്യമാണെങ്കിൽ അതിനെ ചോദ്യം ചെയ്യുന്നില്ലെന്നും സുരേഷ് ഗോപി പറഞ്ഞു. സംസ്ഥാന സർക്കാരിന്റെ അവകാശവാദങ്ങൾ സത്യമാണെങ്കിൽ അതിനെ ചോദ്യം ചെയ്യുന്നില്ലെന്നും സുരേഷ് ഗോപി പറഞ്ഞു. കൊടുങ്ങല്ലൂർ നഗരസഭയിൽ പട്ടികജാതി പുനരധിവാസ പദ്ധതിക്കായി ഭൂമി ഏറ്റെടുത്തതിലുള്ള അഴിമതി അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് കേന്ദ്ര പട്ടികജാതി കമ്മീഷന് BJP നൽകുന്ന പരാതിയുടെ ഒപ്പുശേഖരണം ഉദ്ഘാടനം ചെയ്ത ശേഷം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കൊടുങ്ങല്ലൂരിലെ ഭൂമിയിടപാടിൽ പട്ടികജാതിക്കാരെ നഗരസഭ വഞ്ചിച്ചതായും സുരേഷ് ഗോപി പറഞ്ഞു. ചാപ്പാറയിൽ നടന്ന പരിപാടിയിൽ BJP സൗത്ത് ജില്ലാ പ്രസിഡന്റ് AR ശ്രീകുമാർ ഉൾപ്പെടെയുള്ളവർ പങ്കെടുത്തു. BJP മുൻകൈയെടുക്കണം. ഒരു സ്ഥലം വാങ്ങിച്ച് അതുപോലത്തെ സ്ഥലമാണ് ഒരു മേടിച്ചിത്രയും. അതെ, അതൊക്കെ ഇന്നലെ രാത്രി പറഞ്ഞപ്പോഴാണ് അറിയുന്നത്. ഞാൻ പറഞ്ഞ എന്നാൽ തന്നെ ഒരു മാസ നിവേദനം പട്ടികജാതി കമ്മീഷനിൽ നിന്ന് നേരിട്ട് കൊടുക്കാം. കാലാവസ്ഥ. കൂടിയ താപനില 30 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 24 ഡിഗ്രി സെൽഷ്യസ് രേഖപ്പെടുത്തി. ചാലക്കുടി കൃഷ്ണ ജ്വല്ലറിയിൽ ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് അപ്പസ്വർണം ആഡംബരവുമാണ്, സമ്പാദ്യവുമാണ്. സ്വർണം കയ്യിലുണ്ടേ അതൊരു ധൈര്യവുമാണ്. കൃഷ്ണ ജ്വല്ലറി ഗോൾഡൻ ഡയമണ്ട്സ്, ചാലക്കുടി. ഹൃദയങ്ങൾ കീഴടക്കിയ വിശ്വാസം. സ്വർണം ഗ്രാമിന് 11,135 രൂപ, പവന് 89,080 രൂപ. പുലക്കാട്ടുകര പൊട്ടിക്കാട്ടിൽ സോമസുന്ദരൻ അന്തരിച്ചു. 84 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. വരന്തിരപ്പള്ളി കോരനൊടി ചെമ്മണ്ടപ്പറമ്പിൽ അപ്പു അന്തരിച്ചു. 79 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. ചന്ദ്രികയാണ് ഭാര്യ. വിനോദ്, വിഷ്ട എന്നിവർ മക്കളും, സിമ്മി, രാജീവ് എന്നിവർ മരുമക്കളുമാണ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഇരിഞ്ഞാലക്കുട ചേർപ്പ് ഉപജില്ലാ കലോത്സവങ്ങൾ 2ാം ദിനം പിന്നിട്ടു. വർണ്ണശബളമായി മത്സര കാഴ്ചകൾ. കേബിൾ പൊട്ടിയതിനെ തുടർന്ന് പുതുക്കാട് റെയിൽവേ മെയിൻ ഗേറ്റ് വീണ്ടും അടച്ചു. ഗേറ്റ് നിയന്ത്രിക്കുന്ന ഹാൻഡിലിന്റെ കേബിളാണ് പൊട്ടിയത്. ഷീ വർക്ക് സ്പേസ് പദ്ധതിയുടെ ഗവേണിംഗ് ബോഡിയുടെ നിയമാവലി കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് ഭരണസമിതി ഏകപക്ഷീയമായാണ് അംഗീകരിച്ചതെന്ന് കോൺഗ്രസ് ആരോപണം. ആളൂരിൽ ജോബ് വിസ ശരിയാക്കി കൊടുക്കാമെന്ന് പറഞ്ഞ് വിശ്വസിപ്പിച്ച് 7 ലക്ഷം രൂപയുടെ തട്ടിപ്പ് നടത്തിയ കേസിലെ പ്രതി റിമാൻഡിൽ. ഇതോടെ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. പുതുക്കാട് മേഖലയിലെ പ്രധാന സംഭവങ്ങളുടെ വാർത്താ ക്ലിപ്പുകളും ഡെയിലി ന്യൂസും NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. ന്യൂസ് ബുള്ളറ്റിൻ എല്ലാ ദിവസവും രാത്രി 9 മുതൽ യൂട്യൂബിൽ ലഭ്യമാണ്. വാർത്തകൾക്കും അപ്ഡേറ്റുകൾക്കും nctvnews.com എന്ന വെബ്സൈറ്റും NCTV ന്യൂസ് എന്ന ഇൻസ്റ്റാഗ്രാം പേജും ഫോളോ ചെയ്യുക. പുതുക്കാട് നിയോജക മണ്ഡലം കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പരിധികളിലെ സമഗ്ര വാർത്തകൾ അറിയാൻ NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമസ്കാരം.